പക്ഷെ അവരൊക്കെ തിരിച്ചു വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. മാത്രമല്ല അതിൽ പലരും ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ തിരിച്ച് ഈ പാർട്ടിയിലേക്ക് തന്നെ വരികയും പാർട്ടിയുടെ ഭാഗമായി നിൽക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിനാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ പട്ടാമ്പി 2 തവണ വിജയിച്ച ഡൽഹിയിൽ നിന്ന് അങ്ങനെ വന്ന് ഇറങ്ങിയൊരു വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷം ഇനിയും പട്ടാമ്പിയിൽ ഒരു അംഗത്തിന് റെഡിയാണ്. അല്ല, അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. നമ്മൾ ജനങ്ങളിപ്പോൾ ഏൽപ്പിച്ച വർക്കുകൾ, അതായത് 10 വർഷം, അത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇനി മത്സരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പം നമ്മൾ തീരുമാനിക്കാൻ ആയിട്ടില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. പാർട്ടി ആണ് അത് തീരുമാനിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്തം അത് വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1000 കോടിയുടെ വികസനം നമുക്ക് പട്ടാമ്പിയിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 1000 കോടിയിൽ അപ്പുറത്തുള്ള ഫണ്ട് നമുക്കിവിടെ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല അടിസ്ഥാന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഈ UDF മുസ്ലിം ലീഗിന് ഈ സീറ്റ് നൽകും, പട്ടാമ്പി നൽകും എന്ന് പറയുന്നുണ്ട്. ലീഗ് ആയിക്കഴിഞ്ഞാൽ മത്സരം കുറച്ചുകൂടി ടൈറ്റ് ആകുമോ? അങ്ങനെ ചോദിച്ചാൽ അപ്പുറത്ത് സ്ഥാനാർത്ഥികൾ ഒരു തീരുമാനമാകാതെ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം മുസ്ലിം ലീഗ് കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ മുസ്ലിം ലീഗ് നിൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ ഞാൻ പറയാം, അത് അവരുടെ ഒരു ഇതാണ്. അവർക്ക് സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതാണ് അർത്ഥം. ഇപ്പോൾ ഈ മുഹ്സിനും CPI നേതൃത്വവും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ ഈ പട്ടാമ്പിയിൽ MLA മുഹ്സിൻ ഒരു പ്രതിനിധിയൊന്നും ആയിരുന്നില്ല. അതൊക്കെ എന്താണ് ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റസ്? ഞാൻ അതിന് CPIയിൽ അത്ര വലിയ നേതാവൊന്നുമല്ല. ഞാനൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു പാർട്ടി പ്രവർത്തകനാണ്. സംസ്ഥാന സമ്മേളനത്തിൽ എന്നേക്കാൾ യോഗ്യതയുള്ള ആളുകൾ ഇവിടുന്ന് പോകാനുണ്ട് എന്ന് പാർട്ടിക്ക് തോന്നിയപ്പോൾ അവരെയൊക്കെ പറഞ്ഞയച്ചു. എനിക്ക് ഇനിയും അവസരമുണ്ട്, അപ്പോൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. തീർച്ചയായിട്ടും അപ്പോൾ അതിന് അവസരമുള്ളതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ CPIന്ന് ഈ പല അഭിപ്രായ വ്യത്യാസങ്ങളുമായി പോയ സേവ് CPI എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ട്. അവരെയൊക്കെ ഈ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് പട്ടാമ്പിയിലൊക്കെ ഒരുപാട് പരമ്പരാഗത പാർട്ടിക്കാരായിരുന്ന ആളുകളൊക്കെ സേവ് CPIയുടെ ഭാഗമായിട്ടൊക്കെ പോയവരുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ തന്നെ പല കാരണങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പോയവരാണ്. പക്ഷെ അവരൊക്കെ തിരിച്ചു വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. മാത്രമല്ല അതിൽ പലരും ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ തിരിച്ച് ഈ പാർട്ടിയിലേക്ക് തന്നെ വരികയും പാർട്ടിയുടെ ഭാഗമായി നിൽക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ നേതൃത്വം പോയ ആളുകൾ വളരെ ദുർബലരാണ് എന്നും അങ്ങനെ അവരെ ഈ കൂട്ടി പിടിക്കേണ്ട എന്നുള്ളൊരു മനോഭാവത്തിലാണ് എന്നാണ് പലപ്പോഴും തോന്നുന്നത്. ആരും ദുർബലരല്ല. എല്ലാവർക്കും അവരുടേതായ എല്ലാ മനുഷ്യർക്കും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും രാഷ്ട്രീയം ഇല്ലാത്തവരാണെങ്കിലും എല്ലാവർക്കും അവരുടേതായ വാല്യൂ ഉണ്ട്. അപ്പോൾ ആരെയും നമ്മൾ ദുർബലരായിട്ട് കാണേണ്ട കാര്യമില്ല. എല്ലാവരും നമുക്ക് വേണം എന്നുള്ളതാണ്. ഈ പ്രത്യേകിച്ച് ആശയപരമായിട്ട് പാർട്ടിയായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവരൊക്കെ കൂട്ടിപ്പിടിക്കണം. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു വിഭജനത്തിൻ്റെ രാഷ്ട്രീയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരെയും നമ്മൾ മാറ്റി നിർത്തുകയല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുകയും എല്ലാവരെയും കൂട്ടിച്ചേർക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് KE ഇസ്മായിൽ. അദ്ദേഹവും പാർട്ടിയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതും പരിഹരിക്കപ്പെടേണ്ടതല്ലേ? അല്ല, KEയെ സംബന്ധിച്ചിടത്തോളം KE എന്നും പാർട്ടിയാണ്, ഇപ്പോഴും പാർട്ടിയാണ്. ചില സമയത്തുണ്ടാകുന്ന സ്വാഭാവികമായിട്ടും എല്ലാ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ച് തന്നെയാണ് ഇപ്പോൾ KE എല്ലാ പരിപാടിയിലും ഈ കഴിഞ്ഞ പരിപാടികളിലൊക്കെ തന്നെ വളരെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മുഹ്സിനെ കുറിച്ച് പറയുമ്പോൾ CPIയുടെ MLA ആണെങ്കിലും CPMകാരുമായിട്ടാണ് കൂടുതൽ അടുപ്പം എന്ന് പറയും, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ CPMുമായിട്ടും അടുപ്പമുണ്ട്, കോൺഗ്രസ്സുമായിട്ടും അടുപ്പമുണ്ട്, ലീഗുമായിട്ടും അടുപ്പമുണ്ട്, മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുമായിട്ടും അടുപ്പമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റു ക്ഷേമ പ്രവർത്തനങ്ങളിലാണെങ്കിലും എല്ലാ പാർട്ടിക്കാരും വളരെ അടുപ്പത്തോടു കൂടിയാണ്. പ്രത്യേകിച്ച് അതിലേക്ക് മുതിർന്ന നേതാക്കൾ മറ്റു പാർട്ടികളിലുള്ള ആളുകളും വളരെ സ്നേഹത്തോടെയാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവരോടൊക്കെ ഞാൻ അടുപ്പാണ്. ഒരു പ്രത്യേകിച്ച് CPM മാത്രം എടുക്കേണ്ട, എല്ലാ പാർട്ടിക്കാരുമായിട്ടും ഞാൻ നല്ല അടുപ്പത്തിലാണ്. ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, പട്ടാമ്പിയിലെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ അവർ പരിഹരിച്ചു. ഇപ്പോൾ TP ഷാജിയൊക്കെ ഇവിടുത്തെ ചെയർമാനായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഈ ഒരു പാറ്റേൺ ആവർത്തിക്കപ്പെടുമോ എന്നൊരു ഭയമുണ്ടോ? ലോക്സഭയിൽ 28,000 വോട്ടുകളും ഏകദേശം നമ്മൾ പറകിലായിരുന്നു.
അത് മാറി ഇപ്പോൾ 9,000 വോട്ടായിട്ടാണ് വ്യത്യാസം കാണുന്നത്. സ്വാഭാവികമായിട്ടും നിയമസഭയിലെത്തുമ്പോൾ അതിലും മാറ്റം ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭയിലുള്ള എഡ്ജ് ഇന്ന് UDF ഇല്ല എന്നുള്ളതാണ് പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ട്. പിന്നെ വലിയ രീതിയിലുള്ള LDFൻ്റെ വോട്ടുകൾ പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല നിയമസഭയിലേക്ക് വരുമ്പോൾ അത് വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേൺ ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.